നിങ്ങൾ വാർത്ത വായിച്ചിരിക്കുക. അതായത് മുംബൈ ആക്രമണത്തിൻ്റെ സൂത്രധാരകൻ LET ലഷ്കർ ഇ തൊയ്ബയുടെ ഫൗണ്ടർ ഹഫീസ് സയ്യിദ്, അദ്ദേഹം ക്ലർജിയാണ്. അതിനേക്കാളുപരി വലിയ രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ക തീവ്രവാദി. അയാൾ കൊല്ലപ്പെട്ടു എന്ന് ഇന്നലെ ഇന്നുമായിട്ട് പല പത്രങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. അയാളുടെ ഫോട്ടോ വെച്ച് വാർത്ത വരുന്നുണ്ട്. അയാളുടെ നെഫ്യൂ റഹ്മുള്ള, അയാളെ പറയുന്നത് അബു ഖറ്റാൽ എന്നാണ് പറയുന്നത്. അയാളും കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് അന്വേഷണമൊക്കെ നടത്തി. മനസ്സിലാക്കാൻ സാധിച്ചത് അബു ഖറ്റൽ അയാൾ കൊല്ലപ്പെട്ടു. ഹഫീസ് സയ്യിദ് ഇപ്പോഴും ലാഹോറിൽ സെൻട്രൽ ജയിലിൽ അയാൾ അവിടെ താമസിക്കുകയാണ്. കാരണം സെൻട്രൽ ജയിലിൽ താമസിക്കാൻ 2-3 ഉദ്ദേശമുണ്ട്. അത് ഒന്നാമത്തെ ഉദ്ദേശം, അവർക്കറിയാം ഇയാൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അജ്ഞാതൻ ഇയാളെ തട്ടും. അതുകൊണ്ട് സേഫായിട്ട് ഈ ലാഹോർ ജയിലിനകത്ത് കിടക്കുക. ഇയാളെ പല ആവർത്തി പാകിസ്ഥാൻ ഗവൺമെൻറ് അവിടുത്തെ കോർട്ടൊക്കെ ഇയാളെ വിട്ടതാണ്. പക്ഷേ ഇൻ്റർനാഷണൽ പ്രഷറും ഇന്ത്യയുടെ പ്രഷറും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇയാളെ വീണ്ടും പിടിച്ചകത്തിട്ടേക്കുവാണ്. പക്ഷെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അറിയാം ഇയാളെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇട്ട് ഇയാളെ തട്ടും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ അബു ഖട്ടലിനെ തട്ടിയത്? നമ്മൾ ഈ ഹോളിവുഡ് സിനിമ കാണുന്നത് പോലെ അതിനേക്കാളും വലിയ രീതിയിലാണ് സംഭവിച്ചത്. ഭയങ്കര ത്രില്ലിംഗ് രീതിയിലാണ് സംഭവിച്ചത്. അതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പഴയ DGP വൈദ്, അത് പറഞ്ഞേക്കുന്നത് വെൽ ഡൺ ബോയ്സ് എന്ന രീതിയിലാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് ഞാൻ അവിടെയുള്ള പത്രക്കാർ ഈ സംഭവത്തെ, അതായത് നടന്നത് ജലം എന്ന് പറഞ്ഞൊരു ജില്ലയിലാണ്. അതിൻ്റെ അർബൻ സിറ്റി ഏരിയയിൽ, അതായത് പഞ്ചാബ് ലാഹോർ ആ ഭാഗത്തായിട്ടാണ് ഈ സ്ഥലം. അപ്പം അവിടെ ഇയാളുടെ ഹോം ടൗൺ ആണ് ഈ പറയുന്ന അബു അട്ടൽ എന്ന് പറയുന്ന കൊല്ലപ്പെട്ട ഈ ഭീകരൻ്റെ ഹോം ടൗൺ ആണ്. അപ്പം ഹഫീസ് സയ്യിദിൻ്റെ അനന്തരവൻ കൂടിയാണ്. ഇയാൾ ഹഫീസ് സയ്യിദിനെ കാണാൻ വേണ്ടി ഈ ലാഹോർ ജയിലിലോട്ട് പോകുന്ന സമയത്താണ് ഈ ജലം ജില്ലയിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം എല്ലാ ദിവസവും വൈകുന്നേരം ഏകദേശം 8 മുതൽ രാത്രി ഇത്ര സമയം വരെ, കാരണം മുസ്ലിംസിൻ്റെ ഈ റമദാൻ സീസൺ നടക്കുമ്പോൾ അവരത് കഴിഞ്ഞ ശേഷമാണ് ഇയാളെ കാണാൻ പോകുന്നത്, ഫാസ്റ്റിങ്ങും പ്രയറും ഒക്കെ. അപ്പം അതിനുശേഷം എല്ലാ ദിവസവും ഇയാൾ റമദാൻ ആയ ശേഷം വൈകുന്നേരമാണ് ഈ ഹഫീസ് സയ്യിദിനെ കാണാൻ പോകുന്നത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഹഫീസ് സയ്യിദിനെ രാവിലെ ഇത്ര മുതൽ ഇത്ര വരെ ഇയാൾ വന്നിരുന്ന് കാണുകയും സംസാരവും പ്ലാനിങ്സും ഒക്കെ തയ്യാറാക്കുന്നുവെന്ന് പാകിസ്ഥാൻ ലാഹോറിലെ പത്രം ജയിൽ അതോറിറ്റിയെ കോട്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള ഐ വിറ്റ്നസ്, ഈ സംഭവം നടക്കുമ്പോൾ അവിടെയുള്ള ഐ വിറ്റ്നസിനെയൊക്കെ ചേർത്ത് ഈ അവിടുത്തെ പോലീസിനെയൊക്കെ കോട്ട് ചെയ്ത് അവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ അബു ഖറ്റലിനെ തട്ടിയത്? അപ്പം ഞാനപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ കൂടെ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന പുള്ളിയോട് പറഞ്ഞ് ഇങ്ങനെ ഒരു ഗ്രാഫിക്സ് തയ്യാറാക്കണം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി, നിങ്ങൾക്ക് എൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ അവൻ തയ്യാറാക്കി തന്നത്. ആദ്യം നമ്മൾ കാണേണ്ടത് ഈ അബു അട്ടലിന് ശേഷം 3 കോൺവോയ് വാഹനങ്ങളുണ്ട് അയാളുടെ സെക്യൂരിറ്റി. ഇത് മുഴുവനും പാകിസ്ഥാൻ ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. ഈ കോൺവോയ് വാഹനങ്ങൾ 3ഉം അവരുപയോഗിക്കുന്നത് SUV ആണ്, ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഈ SUV മേടിച്ചു കൊടുത്തിരിക്കുന്ന പാകിസ്ഥാൻ ഗവൺമെൻറ് അല്ല, അതിന് ഫണ്ട് ചെയ്തിരിക്കുന്നത് ലഷ്കർ ഇ തൊയ്ബയാണ്. ഈ അബു അട്ടൽ എന്ന് പറയുന്നയാൾ ഏകദേശം 600 പേരെ, ഇന്ത്യയിൽ 600 പേരെ കൊല്ലുന്നതിന് നേരിട്ട് നിഗൂഢമായ പരിപാടികൾ നടത്തിയ ആളാണ് ഈ അബു അട്ടൽ. ലഷ്കർ ഇ തൊയ്ബയുടെ ഇതേപോലെയുള്ള ഓപ്പറേഷൻ കമാൻഡറാണ്, അതായത് ചീഫാണ് ഇയാൾ. ഇന്ത്യയിൽ ആക്രമണം നടത്തുക, പട്ടാളത്തെ ആക്രമണം നടത്തുക, കൊല്ലുക, ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുക പരിപാടികൾ. ഈ അബു അട്ടൽ
കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് റെജൂറി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഹിന്ദു പിൽഗ്രിം സെൻറ്ററിലോട്ട് പോയ വണ്ടി, ബസ്, ചെറിയ ബസ്സാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 34 പേരാണ് സീരിയസ് ആയിട്ട്, 7ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഈ റെജൂറിലോട്ട് പോകുന്ന വഴിയിൽ 3ഓളം ഭീകരന്മാർ ഈ ബസ്സിൻ്റെ ഡ്രൈവറെ ഫയർ ചെയ്യുന്നു. ഫയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വണ്ടി മറിയുന്നു. മറിഞ്ഞു കഴിയുമ്പോൾ അതിന് കൊച്ചു കുട്ടികളെ വരെ, അതായത് 3ഉം 4ഉം വയസ്സുള്ള കുട്ടികളെ വരെ ഫയർ ചെയ്ത അന്ന് തീവ്രവാദികളായിരുന്നവർ ഈ അബു അട്ടലിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ അതിൻ്റെ ടെലിഫോണിക് കോൺവെർസേഷനും പരിപാടികളൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കിട്ടി. അത് അന്താരാഷ്ട്ര പല ഫോറങ്ങളിലും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ അബു അട്ടൽ എന്ന് പറയുന്നയാളെ അന്താരാഷ്ട്ര ഭീകരനായിട്ട് ഡിക്ലെയർ ചെയ്തു. പക്ഷേ ഇയാൾ പാകിസ്ഥാനിന് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കും. പല ആവർത്തി പല കേസുകളിലും പല ബ്ലാസ്റ്റുകളിലും നേരത്തെ അതേപോലെ ഉണ്ടായിരുന്ന ബസ്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നടന്ന ആക്രമണത്തിന് ഉൾപ്പെടെ ഇയാളെ പല ആവർത്തി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇയാളെ ഡോസിയർ കൊടുത്തപ്പോൾ ഇയാളെ വേണമെന്ന് ആവശ്യപ്പെട്ടു, പക്ഷെ കൊടുത്തില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന അജ്ഞാതർ, അവർ തന്നെ പല ആവർത്തി ഇയാളെ ട്രേസ് ചെയ്ത് ഇയാളെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും സക്സസ് ആയില്ല. പക്ഷേ ഈ ഓപ്പറേഷനാണ് ഏറ്റവും സക്സസ്ഫുൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് അബു അട്ടൽ അയാളുടെ വീട്ടിൽ നിന്നിറങ്ങി ഈ ജലം സിറ്റിയുടെ അടുത്തുള്ള ആ സിറ്റിക്കകത്തൂടെ കയറുന്ന സമയത്ത് 3ഓളം കോൺവോയ് വാഹനങ്ങളാണ്. ഇവരെന്തിനാണ് SUV ഉപയോഗിക്കുന്നതിൻ്റെ കാരണം പറയാം. പെട്ടെന്ന് ആരെങ്കിലും ആക്രമിക്കാൻ പുറകിൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വണ്ടി ഓടിച്ച് പോകാൻ വേണ്ടിയാണ് ഇവർ SUV ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവരുടെ ഈ ബുള്ളറ്റ് പ്രൂഫ് SUV ഉപയോഗിക്കാനുള്ള രീതിയിലുള്ള സാമ്പത്തികം അറിയത്തില്ല. ചിലപ്പോൾ അത് പാകിസ്ഥാനിൽ അവൈലബിൾ അല്ല, അതല്ല ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഉണ്ടായ സംഭവം ഇതിൻ്റെ അവിടുത്തെ പത്രങ്ങൾ കൊടുക്കുന്ന ഏത് രീതിയിലാണെന്ന് പറഞ്ഞു ശ്രദ്ധിച്ച് കേൾക്കുക. 3 വണ്ടികൾ, അതായത് നടുക്കാണ് അബു അട്ടൽ എന്ന് പറഞ്ഞ ഭീകരവാദി ട്രാവൽ ചെയ്യുന്ന വണ്ടി. അതിനകത്തും ഒരു സെക്യൂരിറ്റി ഗാർഡുണ്ട് ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ്റെ, അതായത് സ്പെഷ്യൽ കമാൻഡോ, അതായത് നമ്മൾ NSG എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ സ്പെഷ്യൽ കമാൻഡോയാണ് ഈ ഗ്രൂപ്പ് അതിനകത്തുള്ളത്. പുറകിൽ വണ്ടിയുണ്ട്, അതിനകത്ത് 4 പേരുണ്ട് സെക്യൂരിറ്റി ഗാർഡ്, അവരുടെ കമാൻഡോ. മുമ്പിലത്തെ വണ്ടിക്കകത്ത് 4 പേരുണ്ട്. ഈ വണ്ടി പോകുന്ന സമയത്ത് മുമ്പിലുള്ള വണ്ടിയുടെ രണ്ട് ഭാഗത്ത് വലതുവശത്തും, കാരണം ഇടതുവശത്തും വലതുവശത്തുമായിട്ട് 2 ബൈക്കുകൾ വരുന്നു. പെട്ടെന്ന് ഒരു ബൈക്ക്, അതിൻ്റെ തൊട്ടു പുറകെ വേറെ 2 ബൈക്ക് വരുന്നു. പുറകിലുള്ള കോൺവോയ്, അതായത് ഏറ്റവും പുറകിലുള്ള സെക്യൂരിറ്റി വണ്ടിയുടെ അതിൻ്റെ പിറകിലായിട്ട് 2 ബൈക്ക്, ഏകദേശം 6 അതിൽ 8ഓളം ബൈക്കുകളുണ്ട് എന്നാണ് ഈ ലാഹോറിലുള്ള പത്രം പറയുന്നത്, ഈ ദൃക്സാക്ഷികളെ വെച്ചിട്ട്. അപ്പോൾ ഇടയ്ക്ക് വരുന്നൊരു ബൈക്ക്, അതായത് തൊട്ട് മുമ്പിൽ പോകുന്ന കോൺവോയുടെ കൂടുതലുള്ള ബൈക്കില്ല, തൊട്ട് പുറകിൽ വരുന്ന അതിലൊരു ബൈക്ക് പെട്ടെന്ന് ഈ അബു അട്ടലിൻ്റെ വണ്ടിയുടെ മുമ്പിലോട്ട് കയറുന്നു. അപ്പോൾ മുമ്പിലുള്ള വണ്ടി, അതിന് മുമ്പിലുള്ള സെക്യൂരിറ്റി വണ്ടി കുറച്ച് മുമ്പോട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ആൾ, അതായത് ബൈക്കിൽ വന്നയാൾ, അത് ഓടിക്കുന്ന ഡ്രൈവറെ ഫയർ ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു പെട്ടെന്ന്. അപ്പോൾ മുമ്പിൽ ബൈക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ വണ്ടി ബ്രേക്കിലോട്ട് വേഗത കുറച്ച് ചവിട്ടുന്നു. തൊട്ട് മുമ്പിൽ വന്ന ബൈക്കിൽ വന്ന അതിൻ്റെ പുറകിൽ ആളുണ്ട്. ഏകദേശം 15 മുതൽ 20ഓളം ബുള്ളറ്റ് അടുപ്പിച്ച് ഫയർ ചെയ്യുന്നു. അബു അട്ടൽ തട്ടിപ്പോകുന്നു. അയാളെ രക്ഷിക്കാൻ വേണ്ടി ആ സമയത്ത് ഈ വണ്ടിയുടെ അകത്തുള്ള ഈ കമാൻഡോ ഇറങ്ങുന്നു. തൊട്ടു പുറകിലുള്ള വണ്ടിക്കകത്ത് വരുന്ന കമാൻഡോകൾ പെട്ടെന്ന് റൈഫിളുമായിട്ട് ഇറങ്ങുന്നു, ചാടി ഇറങ്ങുന്നു. അപ്പോൾ മുമ്പിലുള്ള വണ്ടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല എന്തിവിടെ സംഭവിച്ചതെന്ന്. അതിൻ്റെ തൊട്ടു പുറകിൽ വന്ന 2 ബൈക്കിലുള്ളവർ അവർ കാണുന്നില്ല. ഇവർ വണ്ടിയിൽ നിന്നിറങ്ങി ഈ കമാൻഡ് സെക്യൂരിറ്റിയെ വന്ന കമാൻഡോകളെ പുറകിൽ നിന്ന് വന്ന ബൈക്കിൽ ആൾക്കാർ ഫയർ ചെയ്യുന്നു. അതായത് നമ്മൾ ഈ സിനിമയിൽ കാണുന്നതിനേക്കാളും അതിമനോഹരമായി ഡ്രാഫ്റ്റ് ചെയ്ത് ഹോംവർക്ക് ചെയ്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിനെല്ലാം ശേഷം വേറൊരു ബൈക്കിൽ ഒരാൾ ഒറ്റയ്ക്ക് വരുന്നു, അവിടെ നിർത്തുന്നു. അതിന് അയാൾ കൺഫേം ചെയ്തു. അപ്പോൾ ആൾക്കാരെപ്പോഴത്തേക്ക് കൂടി കൺഫേം ചെയ്യുന്നു, ഈ അബു അട്ടൽ തട്ടി തീർന്നു, അതായത് അയാൾ കൊല്ലപ്പെട്ടു എന്ന് കൺഫേം ചെയ്ത ശേഷം അയാൾ കുറച്ച് നടന്നു മാറിയിട്ട് വേറെ ബൈക്ക് അവിടെ നിൽപ്പുണ്ടായിരുന്നു, അതേ കയറി പോകുന്നു. ആരെ പറ്റിയും ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതാണ് അതിമനോഹരമായ
അണ്ടർ കവേർട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്ന മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അപ്പം ഇതിനകത്ത് ഉറപ്പായിട്ട് സന്തോഷമുണ്ട്. എത്ര കുട്ടികളെ, എത്ര ആൾക്കാരെ കൊന്ന ഒരുത്തനെ അതിമനോഹരമായിട്ട് ഹോളിവുഡ് സിനിമയ്ക്കകത്ത് പോലും കാണിക്കാത്ത രീതിയിൽ അടിച്ചു തട്ടി ദൂരങ്ങളാണ്. അതോടുകൂടി ഹഫീസ് സെയ്ദിന് പോലും പേടി. അയാളെ കാണാൻ വന്ന മരുമോനെയാണ് തട്ടിയത്. അയാൾക്കും പേടിയെന്ന ആൾ ജയിലിനകത്ത് ആരെങ്കിലും കയറി അയാളെയും തട്ടുമോ? അതായത് പാകിസ്ഥാൻ പോലും നിശ്ചലമായിപ്പോയി. പാകിസ്ഥാൻ ഫണ്ടഡ് ആണ് ഈ ലഷ്കർ ഇ തോയ്ബ. അവർ ഗ്ലോബലായിട്ടും ഒത്തിരി പണം തിരിക്കുന്നുണ്ട് ഈ കാശ്മീർ ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇസ്ലാമിക ടെറർ എന്ന് പറയുന്നതിൻ്റെ അതിനൊരു മതവുമൊക്കെ ചേർത്ത് കലർത്തി ഉണ്ടാക്കിയൊരു സാധനമാണ് ലഷ്കർ ഇ തോയ്ബ. അതാണ് ഈ ഹഫീസ് സെയ്ദ് എന്ന് പറഞ്ഞ ആ മഹാദുഷ്ടൻ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ബോംബെ അറ്റാക്ക് അറിയാം, എത്ര പേരെയാണ് കൊന്നത്. അതിൻ്റെയൊക്കെ പിറകിൽ കളിച്ചാണ് ഈ പറയുന്ന അബു അട്ടനും ഈ ഹഫീസ് സെയ്ദിൻ്റെ ആണതിന് മുഴുവൻ സൂത്രധാരണം. കാരണം അയാളും അന്ന് അവിടെ ഓപ്പറേഷനിലുണ്ടായിരുന്ന ആൾ നേരിട്ട് ഫോണിൽ സംസാരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇന്ത്യൻ മീഡിയയിലൊക്കെ പബ്ലിഷ് ചെയ്തതാണ്. അപ്പം ഇത്രയും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അജ്ഞാതന്മാരെന്ന് പറയുന്ന കക്ഷികൾ പാകിസ്ഥാനിൽ തകർത്താടുകയാണ്. ഇവന്മാർക്ക് പേടിയോടെ പേടി. ഇതേപോലെ ഇത്രയും ഗവൺമെൻറ് സെക്യൂരിറ്റിയും കമാൻഡോകളുമായിട്ട് ജലം എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൻ്റെ അകത്തൂടെ പോകുമ്പോൾ, അതുപോലെ സിറ്റി സൈഡിൽ കൂടെ പോകുമ്പോൾ, അർബൻ സിറ്റി കൂടെ പോകുമ്പോൾ അയാൾ ഇത്രയും അതിമനോഹരമായിട്ട് തട്ടുകയും അത് കൺഫേം ചെയ്തവൻ തട്ടിപ്പോയി. അപ്പോൾ അതിനുശേഷം ഇവർ ആർക്കും മനസ്സിലായിട്ട് പോലും ആരാണ് എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ അത്രമാത്രം ഓപ്പറേഷൻ ഇത്ര കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അതായത് പണ്ട് ഇസ്രായേലി മൊസാദാണ് ഇതേപോലെ അണ്ടർ കവർ ഓപ്പറേഷൻ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് ചെയ്തത്. ഇന്ന് ലോകത്തിൽ അതിമനോഹരമായിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ ഏജൻസ് അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതോടുകൂടി ഇവിടെയുള്ള പല ആൾക്കാരും മനസ്സിലാക്കേണ്ടത്, ഈ കോൺഗ്രസ് പാർട്ടിയും മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ കോൺഗ്രസിൻ്റെ സമയത്ത് ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ്. ഈ ബോംബെ അറ്റാക്ക്, അതേപോലെ ബോംബ് സ്ഫോടനം, പിൽഗ്രിമിൻ്റെ, കാരണം രജോറി അടുത്ത ഇടയ്ക്കുണ്ടായത്. നേരത്തെ ഈ സംഭവമൊക്കെ കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചപ്പോഴുണ്ടായത്. അപ്പോൾ അത് അവർക്കിന്ന് പേ ബാക്ക്, കടം തീർത്ത് കൊടുത്തത് ഈ പറയുന്ന മോദി നയിക്കുന്ന BJP ആണത് മനസ്സിലാക്കണം. അത്രമാത്രം കമ്മിറ്റഡ് ആണ് ഗവൺമെൻറ്. കാരണം നിന്നെ വിടത്തില്ല, നീ എവിടെ പോയി വിളിച്ചാലും നിന്നെ വിടത്തില്ല. നീ ഓരോരുത്തർക്കും നീ ഉത്തരവാദിത്വമുണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതാണ് പറഞ്ഞത്, നീ എവിടെ പോയി ഒളിച്ചാലും നിന്റെ പുറകിലുണ്ട്. കാനഡയിൽ പോയാലും പുറകിലുണ്ട്, നീ എവിടെ പോയാലും. ഈ ഒരു കൃത്യമായ മെസ്സേജാണ് കൊടുത്തത്. പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെയും അവിടുത്തെ കമാൻഡോയുടെയും ഗവൺമെൻറ്റിൻ്റെയും സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് കയറി തല്ലും, അതിനകത്ത് കയറി കൊല്ലും. പിന്നെ കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, 2 or 3 ഇന്ത്യയിൽ വന്ന് ഓപ്പറേറ്റ് ചെയ്ത ടെററിസ്റ്റുകളെ ജയിലിനകത്ത് കയറി വിഷം കൊടുത്തു പോകുന്നു. അപ്പം അതും ആലോചിച്ച് നോക്കുക, എത്ര കൃത്യമായിട്ടാണ് ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ഇനി എന്നൊക്കെയാണ് നമുക്ക് ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ അഭിമാനിക്കുക. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ മുഴുവൻ റിസർച്ച് ചെയ്യുകയും മറ്റാൾക്കാരോട് ചോദിച്ചിട്ടാണ് ഈ വീഡിയോയുടെ ഗ്രാഫിക്സ്, ഈ കണ്ടൻറ്റൊക്കെ തയ്യാറാക്കിയത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ അതിമനോഹരമായ സിനിമകൾ ഉണ്ടാകേണ്ടത് എങ്ങനെയാണ് ഇന്ത്യൻ ഏജൻസ്, ഇന്ത്യൻ അണ്ടർ കവർ ഓപ്പറേറ്റേഴ്സ് എത്ര മനോഹരമായിട്ട് കൃത്യമായിട്ട് ഓരോന്ന് ഓപ്പറേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ട് തട്ടി ദൂരെ കളയാൻ. ഇതോടുകൂടി പാകിസ്ഥാനിൽ മുഴുവൻ ഭയമായി. ഇപ്പോൾ അവന്മാരെ സപ്പോർട്ട് ചെയ്ത് പ്രസംഗിക്കാൻ പോലും ആൾക്കാരെ കിട്ടാത്ത സ്ഥിതിയായി മാറി. ഇത് ഞാൻ പറഞ്ഞതല്ല, ഡോൺ എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തതാണ്. ഹഫീസ് സെയ്ദ് എന്ന് പറഞ്ഞ പാകിസ്ഥാന് ഈ കാശ്മീരിലെ ടെററിസ്റ്റുകൾക്ക് വേണ്ടി ഇന്ത്യക്കെതിരെ പരസ്യമായിട്ട് പ്രസംഗം നടത്തുന്ന ഒരാളായിരുന്നു. ആൾക്കാരെ കൂട്ടുകയും ഗ്യാദർ ചെയ്യുന്ന ഒരാളായിരുന്നു. അയാൾക്ക് ഈ ഗതികേടും ഈ പറയുന്ന ലഷ്കർ ഇ തോയ്ബയുടെ ചീഫ് കമാൻഡറെ ഈ രീതിയിൽ കൊല്ലുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഭയമായി. ആരെങ്കിലും ഒരക്ഷരമെങ്കിലും എവിടെയെങ്കിലും പബ്ലിക് വേദിയിൽ ഈ ഇന്ത്യയിൽ നടക്കുന്ന ടെററിസ്റ്റെ അനുകൂലിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെയും ലൈഫ് ഇതേപോലെ തീരുമെന്നുള്ള ഭയം വന്നു കഴിഞ്ഞപ്പോൾ അതിനും ശാന്തിയായി. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതായിരിക്കണം ഇന്ത്യ. അല്ലാതെ എല്ലാം ഇത്രയും കൊലപാതകങ്ങളും ടെററിസ്റ്റും ഇത്രയും ആൾക്കാരെയും കൊന്നിട്ട് എല്ലാവരും വളരെ സുഖിച്ചങ്ങ് അവിടെ പോയി അങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റി. അപ്പം അതാണ് പല ആവർത്തി അജ്ഞാതന്മാർ അവിടെ കയറി അങ്ങ് അഴിഞ്ഞാടുകയാണ്. ഇവർക്ക് തൊടാൻ പറ്റുന്നില്ല.
ആലോചിച്ച് നോക്ക്, ഒരു നേഷൻ അവർക്ക് തൊടാൻ പറ്റുന്നില്ല ആരാണ് എന്താണെന്ന്. അതിമനോഹരമായ അണ്ടർ കവർ ഓപ്പറേഷനാണ് ഇന്ത്യ പാകിസ്ഥാനിലാണെങ്കിൽ ലോകത്തെവിടെയും ഒരു ഇന്ത്യക്ക് വേണ്ടി നടത്തുക. ഒരു ഇന്ത്യക്കാരൻ്റെ ലൈഫിന് വിലയുണ്ട്, നീ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ആ മെസ്സേജാണ് മോദി ഗവൺമെൻറ് എല്ലാ ഭീകരന്മാർക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും കൊടുത്തിരിക്കുന്ന ഏറ്റവും ശക്തമായ മെസ്സേജ്. അതായത് നീ വില കൊടുക്കേണ്ടി വരും, അത്രമാത്രം. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത്, അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.